ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ സോളാർ സിസ്റ്റം പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഉള്ളൊരു സംശയമാണ് ഏത് സൈസിലുള്ള സോളാർ സിസ്റ്റം നമ്മുടെ വീട്ടിൽ വെക്കണം. അപ്പോൾ അതിനുള്ള ചെറിയൊരു സൊല്യൂഷനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതിനായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോളാർ പവർ സിസ്റ്റംസ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ 3 ടൈപ്പാണുള്ളത്: ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സിസ്റ്റംസ്. ഇതിൽ ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ് നമുക്ക് നല്ല പരിചയമുള്ളവയാണ്, നമ്മൾ കൂടുതലും കോമൺ ആയിട്ട് ചെയ്യുന്നവയാണ്. അപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ച് ബാക്കിയുള്ള വൈദ്യുതി നമ്മുടെ ഗ്രിഡ് KSEB ആണ്, KSEBക്ക് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ എനർജി ബില്ല് കോമ്പൻസേറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അവിടെ ബാറ്ററി ബാക്കപ്പോ അങ്ങനത്തെ സപ്പോർട്ടീവ് ബാക്കപ്പ് സിസ്റ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രിഡിൽ പവർ ഇല്ലെങ്കിൽ, KSEB പവർ ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ബാറ്ററി അങ്ങനെയുള്ള സംഗതികളൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും, പെർ കിലോവാട്ട് റേറ്റും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഓൺ ഗ്രിഡ് സിസ്റ്റംസിനുള്ളത്. എന്നാൽ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പോടുകൂടി നമുക്ക് ചെയ്യുന്നതാണ്. പൊതുവെ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററീസ് അല്ലെന്നുണ്ടെങ്കിൽ ലിഥിയം അയൺ അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററീസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 360 ദിവസം പവർ സപ്ലൈ കിട്ടും എന്നുള്ളതാണ്, ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ. എന്നാൽ ബാറ്ററി ഒരു കോസ്റ്റ്ലി എക്യുപ്മെൻ്റ് ആണ്, കുറേ വർഷം കഴിയുമ്പോൾ കേടാവും, നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഈ ബാറ്ററി വെച്ചിട്ടുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന പൈസ തിരിച്ച് കിട്ടുന്നത് നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഓൺ ഗ്രിഡ് സിസ്റ്റംസിൽ നമ്മൾ മുടക്കുന്ന പൈസ തിരിച്ച് കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ പരിധി വരെ നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഉപയോഗമാണ്, നമ്മുടെ ഉദ്ദേശമാണ് ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം. ഞാൻ കൂടുതൽ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റംസിന് ഡിഫറെൻറ്റ് കാറ്റഗറീസിനെ കുറിച്ചാണ്. 100 ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ 80 പേര് താല്പര്യപ്പെടുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ചെയ്യാനായിട്ടാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം, അതിൽ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾ വീടാകുമ്പോൾ നമുക്ക് 360 ദിവസവും പവർ സപ്ലൈ അല്ലെങ്കിൽ എപ്പോഴും പവർ സപ്ലൈ വേണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എന്തായാലും ഓഫ് ഗ്രിഡ് സിസ്റ്റംസിന് ഈ 24 മണിക്കൂർ പവർ സപ്ലൈ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് ഞാൻ ഓഫ് ഗ്രിഡ് സിസ്റ്റംസിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ലോ, മീഡിയം, ഹൈ, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. ഈ ബഡ്ജറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെൻസിൻ്റെ എണ്ണം കൂടും, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയും കൂടും. അല്ലെങ്കിൽ ലോ പവർ സിസ്റ്റംസിനെ കുറിച്ച് ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റംസിന് പൊതുവേ 2 യൂണിറ്റ് മുതൽ 3 യൂണിറ്റ് വരെ മാക്സിമം പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ. ലോ ബഡ്ജറ്റ് സിസ്റ്റംസിൽ എപ്പോഴും നമ്മൾ സിംഗിൾ ബാറ്ററി സിസ്റ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ലൈറ്റ് ലോഡുകളെല്ലാം നമുക്ക് ഒരേ സമയം വർക്ക് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ആയിരിക്കും കൂടുതലും അവയെ പ്രിഫർ ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ ലൈറ്റുകളും, ഫാനുകൾ, TV, കമ്പ്യൂട്ടർ, ചെറിയ ഇൻവെർട്ടർ ടെക്നോളജിയിലെ വാഷിംഗ് മെഷീനുകൾ, ഫ്രിഡ്ജുകൾ, ഇതൊക്കെ നമുക്ക് അതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. ഈ ലോ പവർ സിസ്റ്റംസിൽ പൊതുവെ ഒരു ഇൻവെർട്ടറും ഒരു ബാറ്ററിയും ഒരു പാനലും ആയിരിക്കും വരുന്നത്. അതിൻ്റെ കൂടെ ഒരു ചാർജ് കൺട്രോളറും കാണും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു ഹെവി സിസ്റ്റം അല്ലാത്തതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് വളരെ കുറവായിരിക്കും. ലൈറ്റ് ലോഡുകളാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ വീട്ടിൽ സാധാ ഇൻവെർട്ടർ വെക്കുന്നതിന് പകരം ഒരു സോളാർ ഇൻവെർട്ടറും സോളാർ ബാറ്ററിയും വെച്ച് അതിനോടുകൂടി പാനലോട് ചേർത്ത് കണക്ട് ചെയ്യുക. നമ്മുടെ ഇൻവെർട്ടറും ബാറ്ററിയും വെക്കുന്നതിൻ്റെ ഡബിൾ കോസ്റ്റ് അല്ലെങ്കിൽ 8 ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റം അറേഞ്ച് ചെയ്യാവുന്നതുള്ളൂ. നമ്മുടെ വീടുകളിൽ ഇത് ഏകദേശം ഒരു 50,000 രൂപ മുതൽ 80,000 രൂപ വരെ ചിലവ് വരുന്ന സിസ്റ്റംസാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി, ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് മാറിക്കൊണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മീഡിയം റേഞ്ച് സിസ്റ്റംസ് അല്ലെങ്കിൽ മീഡിയം പവർ സിസ്റ്റംസ് എന്ന് പറയും. ഇതിൽ പൊതുവെ 2 ബാറ്ററി അല്ലെങ്കിൽ 3 ബാറ്ററിയുള്ള 24 അല്ലെങ്കിൽ 36 വോൾട്ട് സിസ്റ്റംസ് ആണ്. ഇതിൽ നമുക്ക് വീട്ടിലെ ഒരു 80% ലോഡുകളും വർക്ക് ചെയ്യിപ്പിക്കാം. പവർ പ്ലഗ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ സിസ്റ്റംസും ഇതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതായത് AC മോട്ടോർ ഒഴിച്ചുള്ള ഹെവി ലോഡ് ഡിവൈസുകൾ, ഇൻഡക്ഷൻ കുക്കർ പോലത്തെ ഹെവി ലോഡ് ഡിവൈസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്കിതിൽ വർക്ക് ചെയ്യിപ്പിക്കാം. വാഷിംഗ് മെഷീന്, അയൺ ബോക്സ്, മിക്സി, അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും ഇതിൽ നമുക്ക് ഒരേ സമയം വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. 2 kV സിസ്റ്റംസ് മുതൽ 3.5 kV സിസ്റ്റംസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ദിവസം നമുക്ക് ഏകദേശം ഒരു 3 യൂണിറ്റ് മുതൽ 6 യൂണിറ്റ് അല്ലെങ്കിൽ 8 യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റുകളുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1 ലക്ഷം രൂപ മുതൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ വരെയൊക്കെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള സിസ്റ്റംസ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 200 2 ബാറ്ററി, 3 kVയുടെ ഇൻവെർട്ടർ, 3 സോളാർ പാനലുകൾ, ഹാഫ് കട്ട് മോണോപെർക്ക് ലേറ്റസ്റ്റ് പാനൽ, ഏകദേശം ഒരു 1350 1400 വാട്ട്സ് കപ്പാസിറ്റി വരുന്ന രീതിയിൽ ദിവസം ഒരു 7 യൂണിറ്റ് ഒക്കെ പ്രൊഡക്ഷൻ ഉള്ള രീതിയിലുള്ള സിസ്റ്റമാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മീഡിയം റേഞ്ച് സിസ്റ്റംസിൽ നമ്മുടെ ലോഡിൻ്റെ ഒരു 80% നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 2-2.5 ലക്ഷം രൂപ വരെയൊക്കെ റേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അത് ഇൻസ്റ്റലേഷൻ സൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ അവസാനത്തെ കാറ്റഗറി, 3ാമത്തെ കാറ്റഗറിയാണ് ഹെവി റേഞ്ച് അല്ലെങ്കിൽ ഹെവി പവർ സിസ്റ്റംസ് എന്ന് പറയും. ഇതിൽ നമ്മുടെ വീട്ടിലെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഒരേ സമയം കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും.
മിനിമം 4 kVA തൊട്ട് നമുക്ക് 10 kVA വരെയുള്ള സിസ്റ്റംസ് ഈ കാറ്റഗറി വരും. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരിക്കലും 10 kVക്ക് മുകളിലുള്ള സിസ്റ്റംസ് ആവശ്യമായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഞാൻ 10 kVA എന്ന് വരെ പറഞ്ഞു. അതിന് മുകളിലുള്ള സിസ്റ്റംസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് അതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ പെർമിഷൻ ആവശ്യമായിട്ട് വരും. എന്നാൽ ഒരു 5 kVA സിസ്റ്റം വിത്ത് 4 ബാറ്ററീസ് 4 ബാറ്ററി ഉപയോഗിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോളാർ പാനലുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ എല്ലാ ലോഡുകളും ഈസിയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ 2 HP മോട്ടർ, 1.5 ടണ്ണിൻ്റെ AC-കൾ, ഓൾഡ് മോഡൽ AC-കൾ, ഇങ്ങനെയുള്ള ലോഡുകളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ 6 kVA, 7 kVA, 8 kVA ഒക്കെ നോക്കേണ്ടത്. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls cause I'm not in the mood. But then I cut myself off from the rest of the room. I know that time can heal it all if you're patient and soon. It can all be worth it, all the searching. Pain is never really permanent, but damn it hurts, man. I could feel all of the turbulence and it's concerning. I've been searching for a purpose, I hope it's worth it. This society is really trying me. Ain't no hide and seek, I hide to be far from anxiety. I need my space, I need my privacy. I need some silence, please, you're all too loud. You don't speak quietly, opinions violently thrown across every surface. It makes me nervous, is the world honestly burning? That's all I'm learning. Hope that we can make a turn and start reversing all our minds and put the work in. We got some work, man. I just gotta get through. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through. Gotta get through this, life is a nuisance, tie up some loose ends. I try to be human, find a solution, my evolution. A place like this, it didn't exist, we made it like this. So you can go pick the bad or the good, got a glass halfway. I know, it's easier to hide than just to lay low. Not everyone in life has got a halo. I'm standing in the red inside a payphone, just wanna break, no. I'm not gonna give in, take a last shot, Michael J. Win. No, I'm not a robot, I'm in my own skin. Never get lost when thoughts pull you in. I miss the old you, we died with a purpose. All the energy around me felt nervous, scared I would pop off. നമുക്ക് കസ്റ്റം ഡിസൈൻഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതായത് ഇതിന് പ്രത്യേകിച്ച് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഇല്ല. നമ്മുടെ വീടിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് നമുക്കിതിനെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യുവാണ്. സോളാറുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എഴുതി ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ചാനലിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.